നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രീയ പകപോക്കലായിരുന്നു ഇതിന് പിന്നിൽ. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് പി.സിയുടെ മകൻ ഷോൺ ജോർജിനെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ SFIO അന്വേഷണം വരെ എത്തിച്ചത്. കേസിൽ ഇപ്പോൾ വീണയും പിണറായിയും കുടുംബവും അടക്കം വിഷമഘട്ടത്തിൽ തന്നെയാണ്. എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിക്കും മുമ്പ് വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ED. എന്നാൽ അന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പി.സി. ജോർജ് മറ്റു ചില കാര്യങ്ങൾ കൂടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹം ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കി അത് വായിക്കുകയാണ് ചെയ്തത്. അതിലെ ഒരു പേരുകാരൻ, അയാളെ കുറിച്ച് ഇപ്പോൾ ആരോ ഒന്നും മിണ്ടുന്നില്ല. ആ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ്: ദൈവത്തിന് നന്ദി, കേസന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. 100% സഹകരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകി. ഇത്രയും കാലം ഫാരിസ് അബൂബക്കർ എന്ന പേര് ഞാൻ പലതവണ പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിലും ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡോൺ ആണ്. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറുപുറമാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2012 മുതൽ കഴിഞ്ഞ 10 കൊല്ലമായി പിണറായി വിജയന്റെ എല്ലാ നിക്ഷേപങ്ങളെയും രാഷ്ട്രീയത്തെയും നീക്കങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഫാരിസ് ആണ്. 2016 ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന് മുൻകൈയെടുക്കണം. 2004 SFIക്കാരെയും DYFIക്കാരെയും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് സ്വന്തം മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു. വീണ വിജയൻ പിന്നീട് ഒറാക്കിൾ എന്ന കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒറാക്കിൾ കമ്പനിയിൽ സാധാരണ ജീവനക്കാരിയായിരുന്ന വീണ 2012 രവി പിള്ള ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവായി. ആർക്കിടെക്ട് എന്ന IT കമ്പനിയുടെ CEO ആയിട്ടാണ് വീണ ചാർജ് എടുത്തത്. പിണറായി വിജയന്റെ മകൾ എന്നല്ലാതെ എന്ത് യോഗ്യതയാണ് വീണയ്ക്കുള്ളത്? 2014 ആ പദവിയിൽ നിന്ന് എക്സോലോജിക് എന്ന കമ്പനി രൂപീകരിച്ചു. അതിലേക്ക് വന്നു ചേർന്ന സാമ്പത്തികത്തിന്റെ ഉറവിടം അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും എക്സോലോജിക്കിലൂടെയാണ് നടന്നിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എക്സോലോജിക്കിൽ നിന്ന് പോയിരിക്കുന്ന ഭൂരിഭാഗം പണവും അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ പേരിലാണോ എന്ന് സംശയിക്കുന്നു. ഇത് ED അന്വേഷിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തുടക്കത്തിൽ അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖം പദ്ധതി കൈമാറാൻ UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത പിണറായി വിജയൻ പിന്നീട് അതിനെ അനുകൂലിച്ചു. ഇപ്പോൾ അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതിന് പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പിന് കൈമാറുന്ന കാര്യത്തിലും ഇതുതന്നെയാണ് കാര്യം. വീണ വിജയന്റെ എക്സോലോജിക് കമ്പനി വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കണം. ഇപ്പോൾ അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഡാറ്റ എന്നത് ഒരു കച്ചവടമായി സർക്കാർ എടുത്തിരിക്കുന്നു. അതിനെല്ലാം ഇടനിലക്കാരി വീണ വിജയനാണെന്ന് ഞാൻ സംശയിക്കുന്നു. കേരളത്തിലെ തൊഴിൽ രഹിതരായ 44 ലക്ഷം പേരുടെ അടിസ്ഥാന വിവരങ്ങൾ സർക്കാർ ശേഖരിച്ചിരിക്കുകയാണ്. ഈ വിവരങ്ങൾ സുരക്ഷിതമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കേന്ദ്രം അന്വേഷിക്കണം. ഈ വിവരങ്ങൾ കച്ചവടം ചെയ്യുകയാണോ എന്ന് സംശയമുണ്ട്. താൻ ആർക്കു നേരെയും ഗൂഢാലോചന നടത്തിയിട്ടില്ല, ചെയ്യുകയുമില്ല. അഴിമതിക്കാരായ ഭരണാധികാരികളെ, ജനപ്രതിനിധികളെ രാജിവെപ്പിച്ചതാണ് എൻ്റെ രാഷ്ട്രീയ ചരിത്രം. അഴിമതി കണ്ടു നിൽക്കില്ല. VS ആണ് തൻ്റെ ഗുരു. അധികാരമോഹിയല്ല ഞാൻ. പിണറായി വിജയന്റെ ഭാര്യയും മക്കളുമെല്ലാം അഴിമതിക്കാരാണ്. ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞാൻ തുടങ്ങിവെച്ച യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. ശക്തമായി പോരാടും. സോളാർ കേസിലെ പ്രതിയായ സ്ത്രീയെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ താൻ അടുത്തിടെ CBIയോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് അവർക്ക് എന്നോട് ദേഷ്യമുണ്ടാകാനും പരാതിയിലേക്ക് എത്താനും കാരണമായതെന്നും അന്ന് പി.സി. ജോർജ് പറഞ്ഞു വെച്ചു. ഇതിൽ പറയുന്ന ഫാരിസ് അബൂബക്കറിന്റെ അച്ഛൻ മരിച്ചപ്പോൾ പിണറായി സമയം കണ്ടെത്തി ആ വീട്ടിൽ പോയതുമൊക്കെ വാർത്തയായിരുന്നു.
പിന്നീട് അത് മറഞ്ഞുപോയി. എന്തുകൊണ്ടാണ് ഒരു മാധ്യമങ്ങളും ആ പേരുകാരന്റെ പുറകെ പോകാതിരുന്നത്? ഫാരിസ് അബൂബക്കറിനെ പോലുള്ള കച്ചവടക്കാരുടെ പേരുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി ചേർത്ത് പറയപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. സിംഗപ്പൂരിലെ കിഡ്നി കടത്തു കേസിൽ കുടുങ്ങിയതും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അവിടുത്തെ കിഡ്നി ഫൗണ്ടേഷൻ കേസ് കൊടുത്തതുമെല്ലാം ഫാരിസ് എന്ന ബിസിനസ്സുകാരന്റെ ഇടപാടുകൾ മലയാളിക്ക് മുന്നിൽ സംശയത്തിനിടയാക്കിയതിൽ അത്ഭുതമൊന്നും പറയേണ്ടതില്ല. പക്ഷേ ആ പേരുകാരൻ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? നന്ദി.